വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ്. വീട്ടിൽ എനിക്ക് മട്ടൻ പെട്ടെന്ന് തയ്യാറാക്കണമെങ്കിൽ ഈ റെസിപ്പിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീൻ മട്ടൺ മസാല എന്നാണ്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. 1/2 കിലോ മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് ഞാനത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല. മാരിനേറ്റ് ചെയ്തിട്ടാലും ഒരുപാട് സമയം വെച്ചേക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ്റെ കളർ ഒന്ന് മാറി വരുന്നിടം വരെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ഒരു പരുവാവുന്നിടം വരെ ചെയ്തെടുത്താൽ മതിയാകും. അതിനുശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് നമ്മൾ അതിലേക്ക് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക. അല്ലെങ്കിൽ വേറൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചു കൊടുത്താലും മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മട്ടൻ എന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. ഈ സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലിട്ട് നമുക്കിത് മട്ടൻ വേകുന്നിടം വരെ വേവിച്ചെടുക്കാം. അടുത്തായി നമ്മുടെ മട്ടൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു വലിയ സവാള ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്, തണ്ടോട് കൂടി തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരു പിടി പുതിന എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ നാരങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്തോളാം. ഞാനിവിടെ എടുത്തേക്കുന്നത് എരിവില്ലാത്ത അധികം വിളയാത്ത പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് പച്ചമുളക് ഈ കറിയിലേക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നൊരിതാണ്. അപ്പോൾ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് കൂടുതൽ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത് ചെറുതായി അരിഞ്ഞതാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് മല്ലിയോ മുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അടുത്തായിട്ട് നമുക്ക് മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ 1 ഇഞ്ച് പീസിലുള്ളൊരു 3-4 പട്ട, 4-5 ഏലക്ക, ഒരു തക്കോല, 2-3 പീസ് ഗ്രാമ്പൂ. അടുത്തായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. അടുത്തായിട്ട് ഒരു ക്യാപ്സിക്കം, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ പീസാക്കി മുറിച്ച് വെക്കുക. അപ്പം നമുക്കിനി ഈ മസാല റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് മിക്സാക്കി കൊടുക്കുക. മസാല ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മട്ടനിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല മിക്സിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മട്ടൻ വേവിച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് 2 ടീസ്പൂണോളം നാരങ്ങാനീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കുകയാണ്. മിക്സാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. തിക്ക് ഗ്രേവി പരുവത്തിലാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഗ്രീൻ മട്ടൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഞ്ജു, സൈനിങ് ഓഫ്.